ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ ബജറ്റ് അവതരിപ്പിച്ചു. 40,94,27,722 രൂപ വരവും 39,78,22,274 രൂപ ചെലവും 1,16,05,448 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് മാത്രം 6 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിനായി ട്രേഡ് അടിസ്ഥാനമാക്കിയുള്ള നൈപുണ്യ പരിശീലന പരിപാടി, വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വർക്ക് നിയർ ഹോം പദ്ധതി, കുട്ടികൾക്കായി നാടക സാഹിത്യ അഭിരുചി ക്യാമ്പുകൾ, കേരള സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് വിവരിച്ച് പറയുന്നില്ല. നമുക്ക് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ നടത്തിയ പോലെ തന്നെ തെങ്ങിനാണെങ്കിൽ ജൈവവളം, നമ്മളെ കിഴങ്ങ് വർഗ കൃഷിയായാലും പൂക്കൃഷിയായാലും നല്ല രീതിയിൽ നമ്മളെ പഞ്ചായത്തിൽ നടപ്പിലാക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞതാണ്, 5 വർഷം കൊണ്ട് നമുക്കൊരു 50,000-ഓളം തെങ്ങുകളെ കായ്ക്കുന്ന തെങ്ങുകൾ ഉണ്ടാക്കണം എന്ന് നമുക്കൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വർഷം മുതൽ നമുക്ക് ഇപ്പോഴേ തന്നെ ആലോചിച്ച് അതിൻ്റെ രൂപരേഖയിലേക്ക് പോകണം. പെട്ടെന്ന് അതിൻ്റെ പേരിൽ നമുക്ക് ഈ പ്രാവശ്യം അത് കഴിയില്ല.